നമസ്കാരമുണ്ട് മാഡം. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നു. ആന്റി, പുത്തനാരിന്ന് ആനന്ദേട്ടന്റെ ശവശരീരം കിട്ടിയിട്ടുണ്ട്. എന്താ സാർ, പുത്തനാറിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഓ, അപ്പൊ കാര്യങ്ങളെല്ലാം ഇവിടെ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന തറവാടല്ലേ? സ്തുതിപാഠകരായിട്ടുള്ള പ്രജകളൊക്കെ ഇപ്പോഴും ശേഷിക്കുന്നുണ്ടാവുമല്ലേ? പുത്തനാറിന്റെ ചുഴികളും കയങ്ങളും അരിച്ചു പറക്കിയപ്പോൾ കിട്ടിയ ജീർണിച്ച ശവശരീരത്തിന് 60 വയസ്സോളം പ്രായം വരുമെന്ന പ്രാഥമിക നിഗമനം അല്ലേ? കൊള്ളാം. തൃച്ചംബരത്തിന്റെ വാർത്താവിനിമയ സംവിധാനം തരക്കേടില്ല. പുത്തനാറിൽ നിന്നും അരിച്ചുപെറുക്കിയെടുത്ത ശവശരീരം അതിന്റെ തുടർ നടപടികൾക്കായി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. എന്ന് കരുതി ഇവിടെ നടന്ന കൊലപാതകമല്ലാതാകുന്നില്ല. ഞാനിപ്പോ വന്നത് തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ ദുരഭിമാന കൊല നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ്. ഇൻസ്പെക്ടർ, എല്ലാം അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ഇവർക്കൊക്കെ പ്രതി ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. സർ, സാഹചര്യ തെളിവുകളെല്ലാം അഖിലാണ്ടേശ്വരി മേഡത്തിനെതിരാണ്. അതുകൊണ്ട് അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. സർ, എന്താ ഇപ്പൊ ആർക്കും അകത്തേക്ക് പോകാൻ പറ്റില്ല. പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ ആർക്കും അകത്തേക്ക് പോകാൻ പറ്റില്ല. സർ, സാറും ആനന്ദും തമ്മിലുള്ള ബന്ധം രാമലക്ഷ്മണന്മാർ പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം അമ്മ തന്നെ ഏട്ടനെ കൊന്നു എന്ന് പറയുമ്പോ പറയുന്നോടാ എല്ലാം പൊക്കോളിനെ അവിടുന്ന് ചെറുപ്പിടിവിടെ സാർ. ഞങ്ങൾ മീഡിയക്കാരെ കൈവച്ച പ്രത്യേകാതം വലുതായിരിക്കും. എന്ത് പ്രത്യേകത നേരിടാൻ തയ്യാറായിട്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നേ. കയ്യിലൊരു മൈക്കും കഴുത്തിലൊരു ടാഗ് ഇട്ടോണ്ടൊന്നും മീഡിയക്കാരാവില്ല. മനസ്സിലായോ? അതൊന്നും ചോദിക്കാനുള്ള ലൈസൻസ് അല്ല. കേട്ടോ? എന്റെ മുറ്റത്തുനിന്ന് എല്ലാം ഇവിടുന്ന് പൊക്കൊള്ളണം. ഒരു ഒറ്റണത്തിലൂടെ കണ്ടേക്കരുത്. പോലീസുകാരനാണെന്നോ മീഡിയക്കാരാണെന്നോ ഞാൻ നോക്കില്ല. കൊല്ലും ഞാൻ എല്ലാത്തില്ല. മാറിക്കങ്ങോട്ട്. ഡിവൈഎസ്പി സാർ, ആനന്ദകൃഷ്ണന്റെ തിരോധാനത്തിൽ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്കെതിരെ നിങ്ങൾ കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെയാ? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ തൃച്ചംബരത്തെ സഹദേവൻ, ഈ നിൽക്കുന്ന ശിവരാമകൃഷ്ണന്റെ അനുജൻ. നിങ്ങൾ പ്രതിയായി ചിത്രീകരിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്ന അഖിലാണ്ടേശ്വരിയുടെ അനുജൻ. ഓ, അഖിലാണ്ടേശ്വരിയെ ഞാൻ മനഃപൂർവ്വം പ്രതിയാക്കാൻ ശ്രമിക്കുകയാണെന്നാണോ മിസ്റ്റർ സഹദേവൻ പറയുന്നത്? സംശയം എന്താ? പൊതുസമൂഹത്തിലും വ്യാവസായിക മേഖലകളിൽ അറിയപ്പെടുകയും ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ പേരിൽ പല തവണ അവാർഡ് വാങ്ങിക്കുകയും ചെയ്ത മാതൃകാ വ്യക്തിത്വത്തിനുടമയാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. എടോ സഹദേവ, താൻ പത്രത്തിൽ വായിക്കാറില്ലേ? പ്രമുഖ നടൻ, പ്രമുഖ നടി, പ്രമുഖ രാഷ്ട്രീയ നേതാവ്, പ്രമുഖ വ്യവസായി എന്നൊക്കെ. പ്രതികളിൽ പലരുടെയും പേരിനോടൊപ്പം ഒരലങ്കാരമായി പ്രമുഖർ എന്നാണ് എഴുതാറ്. ഈ പ്രമുഖരിൽ പലരും പല കേസുകളിലായി അഴികൾ എണ്ണിയിട്ടുമുണ്ട്. ഇതുവരെ എണ്ണിത്തീരാത്തവരുമുണ്ട്. ഈ കേസിലെ പ്രതിയും ഒരു പ്രമുഖ ആണെന്ന് കരുതിയാ മതി. പിന്നെ എന്തിനാണ് തെളിവെന്ന് ചോദിച്ചില്ലേ?
കാണാതായ ആനന്ദകൃഷ്ണന്റെ ഭാര്യ കല്യാണി സമർപ്പിച്ച ഹേബിയസ് കോർപ്പസിൽ സംശയമുള്ളവരുടെ കൂട്ടത്തിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പേര് അടിവരയിട്ട് പറഞ്ഞതും പുത്തനാറിന്റെ കരയിൽ നിന്നും കണ്ടുകിട്ടിയ കാണാതായ ആനന്ദകൃഷ്ണന്റെ മൊബൈലിൽ അവസാനമായി വന്ന കോളിന്റെ ഉടമ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണെന്ന് തിരിച്ചറിഞ്ഞതും അതുമാത്രം മതി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ. ആ അവസാന വിളി ആനന്ദകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണവിളിയായിരുന്നു. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് പ്രമുഖ വ്യവസായിയും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയുമായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീടിന് മുന്നിലാണ്. കേരളം വീണ്ടും ഒരു ദുരഭിമാന കൊലയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. കൊള്ളാം. അമ്മ മകനെ ഫോണിൽ വിളിച്ചത് മരണവിളിയാണെന്ന് കണ്ടെത്തുന്ന നിങ്ങളുടെ ഈ ഭാവനയുണ്ടല്ലോ, അത് വിചിത്രം തന്നെ. എന്റെ ഡിവൈഎസ്പി സാറെ, നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ചേട്ടനും അനിയനും ഒക്കെ തന്നെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ്. ആ പ്രതിയെയും കൊണ്ടേ ഞങ്ങൾ പോകൂ. പ്രതിയോ? കുറ്റം ചെയ്തെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട മാത്രമേ ഒരാൾ പ്രതിയാവുള്ളൂ ഡിവൈഎസ്പി സാറെ. അതുകൊണ്ട് ആ പദപ്രയോഗമൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് അഖിലാണ്ടേശ്വരി തൃച്ചംബരത്ത് കൊണ്ടുപോവാൻ പറ്റില്ല. അരവിന്ദ്, ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ച് അപമാനപ്പെടുത്തല. അതിന്റെ തെളിവായിട്ടാ മീഡിയക്കാർ പുറത്തു നിൽക്കുന്നത്. And in no doubt, it's a clear pre-planned attempt. അതുകൊണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല ഇളയച്ച. ജീവന് തുല്യം സ്നേഹിച്ച മകനെ ആ അമ്മ കൊന്നിരിക്കുന്നു പോലും. ആരോ കൊടുത്ത ഹേബിയസ് കോർപ്പസ് ഹർജി അന്വേഷിക്കാൻ വന്ന ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ. കഥയാണെങ്കിലും അതിനൊക്കെ ഒരു സ്വാഭാവികത വേണ്ടേ മിസ്റ്റർ ഡിവൈഎസ്? പോലീസുകാർക്ക് കഥയെഴുത്തല്ല പണി, കുറ്റകൃത്യം ചെയ്തവരെ കണ്ടെത്തല. അത് ഞങ്ങൾ മാന്യമായി ചെയ്തിട്ടുണ്ട്. അഭിമാനവും അന്തസ്സും പിന്നെ തറവാട്ടു മഹിമയും കാത്തു സൂക്ഷിക്കുന്ന തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഏതോ കുഗ്രാമത്തിൽ ജനിച്ച വിദ്യാഭ്യാസമില്ലാത്ത ബാല്യക്കാരി പെണ്ണുമായിട്ടുള്ള മകന്റെ പ്രണയവും വിവാഹവും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ പക തീർക്കാൻ കണ്ടെത്തിയ മാർഗം മകനെ തന്നെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. അമ്മയാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. അങ്ങനെ ആ അമ്മ മകനെ കൊന്നു. ദുരഭിമാനക്കൊല. ഇൻസ്പെക്ടർ സർ, ആ പേപ്പർ ഇങ്ങെടുക്കുക. ഇതൊരു മുൻകരുതലാണ്. നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇന്നലെ ഞാൻ അറസ്റ്റ് ചെയ്യാനായി വന്നപ്പോ ബഹുമാനപ്പെട്ട അഖിലാണ്ടേശ്വരി മാഡം ഇതുപോലൊരു ഇണ്ടാസ് കാണിച്ചെന്നെ മടക്കി അയച്ചില്ലേ? ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം. ആ മുൻകൂർ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള കോർട്ട് ഓർഡറായത്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ പ്രമുഖയെ അറസ്റ്റ് ചെയ്യാനുള്ള കോടതിയുടെ അനുമതി. നന്നായിട്ടൊന്ന് വായിച്ചു പഠിക്കും മാഡം. സംശയമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും കൂടി വായിച്ചു പഠിക്കാം. എനിക്ക് എന്താ ഞങ്ങളുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊന്നതും കരിച്ചതും മുക്കിയതും പടിപടിയായിട്ട് ഇങ്ങോട്ട് വന്നോളും. ഈ പോലീസിന് മൂന്നാം മുറയൊക്കെ ഇല്ലെന്ന് പറയുന്നത് വെറുതെയാ. തെളിയാത്ത കുറ്റം തെളിയിക്കാൻ ഞങ്ങൾ ചിലപ്പോഴൊക്കെ അതൊക്കെ എടുത്തിട്ട് പയറ്റും. അയ്യോ സാർ, എന്റെ ചേച്ചിയെ കൊണ്ടുപോകരുത്. ചേച്ചി ഒരിക്കലും ഞങ്ങളുടെ ആനന്ദിനെ കൊണ്ട് പുത്തനാറിൽ കെട്ടി താഴ്ത്തില്ല സാർ. വിലാസിനി, എന്താണോ സർ, ഇനി പ്രത്യേകം പറയണോ? അറസ്റ്റ് ചെയ്യടോ.
സിനി നിൽക്ക്. അണിയാനുള്ള ആഭരണം ഇല്ലേ കയ്യിൽ? ഉണ്ട് സർ. മിസ്റ്റർ ഡിവൈഎസ്പി, ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. യു ഷട്ട് അപ്പ്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ചേട്ടത്തിയുടെ കൂട്ടുപ്രതിയാക്കി എടുത്ത് അകത്തിടും ഞാൻ. എന്നിട്ട് നിങ്ങൾ ഏത് കേസ് ചാർജ് ചെയ്യോ എന്റെ പേരിൽ? തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ ദുരഭിമാനത്തിന്റെ പേരിൽ കൊല ചെയ്ത 2ാം പ്രതി. രണ്ടാം പ്രതി? ഇനി സാറിന് സെക്ഷൻ കൂടി പറഞ്ഞുതരാം. കൊലപാതകം IPC 302. കൊള്ളാം. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ കൊന്നതിലെ 2ാം പ്രതി. എന്താ സംശയമുണ്ടോ? സംശയോ? ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് ഞാൻ എന്തിന് സംശയിക്കണം? അപ്പോ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചു? നോ ഡൗട്ട്. ഇറ്റ്സ് എ ക്ലിയർ മർഡർ. നോ മിസ്റ്റർ ഡിവൈഎസ്പി, യു ആർ റോങ്. ആബ്സല്യൂട്ട്ലി റോങ്. ജീവനോടെയുള്ളയാൾ കൊല്ലപ്പെട്ടുവെന്ന് കള്ളക്കേസ് ചമച്ച നിങ്ങളാണ് യഥാർത്ഥ കുറ്റവാളി. വാട്ട് യു മീൻ? എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. ആനന്ദ്, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ. ഇറങ്ങി വാ, ഇറങ്ങി വാ. ബ്രോ,
ഹലോ DSP, ഇതാണ് എനിക്കറിയാവുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദ് കൃഷ്ണൻ. ഇവനെ അവസാനമായിട്ട് ഫോണിൽ വിളിച്ചത് ഞാനാ, അല്ലാതെ എന്റെ ഏട്ടത്തിയല്ല. ഞാൻ നാട്ടിൽ വരുമ്പോ ഉപയോഗിക്കുന്ന മൊബൈൽ സിം എന്റെ ഏട്ടത്തിയുടെ പേരിലുള്ളതാ. പിന്നെ തൃച്ചംബരത്ത് നിന്ന് ഇത്ര മനോഹരമായൊരു പ്രകടനം കാഴ്ചവെച്ചതിന് ഒരു പ്രത്യുപകാരം എന്തായാലും അങ്ങോട്ടുണ്ടാവും. അതിനെ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ മാത്രം മതി. കേരള പോലീസിനൊരു വിലയുള്ളതാണോ? തന്നെ പോലുള്ള പാഴികൾ യൂണിഫോം ഇട്ട് വന്ന് അത് കളയും. അയ്യോ, ഇറങ്ങി പോകുന്നുണ്ടോ പുറത്ത്? ഈ തൊപ്പി നന്നായി തലയിൽ ഉറപ്പിച്ചു വെച്ചേക്ക്. ചെറിയൊരു കാറ്റ് മതി ഇതങ്ങ് ഊരി പോവാൻ. നോ പ്ലീസ്. വാ. സർ എന്തേ സാർ? എന്താ സാർ, അറസ്റ്റ് നടന്നില്ലേ? വ്യക്തിവിരോധം തീർക്കാനുള്ള സാറിന്റെ ഈ ശ്രമവും പാളിപ്പോയല്ലേ? അമ്മ മകനെ കൊന്നുവെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തന്ത്രമൊക്കെ പൊതുജനം വിശ്വസിക്കോ സാർ? വഴിമാറോ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയോട് ഏറ്റുമുട്ടി പണ്ടൊരു സസ്പെൻഷൻ വാങ്ങിയതല്ലേ? ഇപ്രാവശ്യവും അത് ആവർത്തിക്കുമോ? മാറി നിൽക്ക്. മാറില്ല, മാറുക. ഹതഭാഗ്യവാൻ, ഇവൻ ഇനി കുറച്ചു കാലം വീട്ടിയിരിക്കും. സഹദേവ, എന്ത് സതുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തതെങ്കിലും ഇത് കടന്ന കൈയായിപ്പോയി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഇതല്പം കടന്നുപോയെന്ന്. ആനന്ദ് കാര്യങ്ങളൊക്കെ പറയും. അപ്പോ ഏട്ടന്റെ ഈ പരാതികളൊക്കെ മാറും. ഞാൻ ഇന്ന് തന്നെ ദുബായിലേക്ക് മടങ്ങും. എന്നാലും മോനെ, കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഹൃദയമല്ലടാ എനിക്ക്. അത് ചിലപ്പോ നിലച്ചു പോയിരുന്നെങ്കിലും. അച്ഛാ, എവിടെയാലും ഞങ്ങളെല്ലാരും ചേച്ചി 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 ചേച്ചി
ചേച്ചി എന്താ ഇനിങ്ങോട്ടാ? എന്താ പറ്റിയത്? എന്താടാ കാര്യം? ചേച്ചി വല്യൂഞ്ഞ് വല്യൂഞ്ഞോ? പറ. വല്യൂഞ്ഞ്? വല്യൂഞ്ഞ് തൃച്ചംബരത്തുണ്ട് ചേച്ചി. വല്യൂഞ്ഞ് തൃച്ചംബരത്ത്? നീ എന്തൊക്കെയാ അനിയൻകുട്ടെ പറയുന്നത്? ശ്ശേ, സത്യ ചേച്ചി ഞാനീ പറയണേ, നമ്മുടെ വല്യൂഞ്ഞ് തൃച്ചംബരത്തുണ്ട്. അനിയൻകുട്ടാ വെറുതെ കള്ളം പറയരുത്. എന്റെ വല്യൂഞ്ഞ് വന്നാ അത് എന്നെ കാണാൻ ഓടി വരും. വല്യൂഞ്ഞ് തൃച്ചംബരത്തുണ്ടത്ര. ദേ, ഇനി ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ അടി മേടിക്കേ. ചേച്ചി ഞാൻ പറയുന്ന സത്യ. ചേച്ചിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വാ. ചേച്ചി വാ. അനിയൻകുട്ടാ ദേ. ചേച്ചി സത്യ ചേച്ചി. ചേച്ചി വാ, ഞാൻ കാണിച്ചു തരാം. വാ വാ. ദാ. ദേ വല്യൂഞ്ഞ്.